ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്സ് ആണ്. അപ്പോൾ അതുവഴി നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ഷാമ്പു ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ട്രീറ്റ്മെൻറ്റ് ഹെയർ ആയിക്കോട്ടെ അല്ലാത്ത ഹെയർ ആയിക്കോട്ടെ, അപ്പോൾ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എന്നോട് കഴിഞ്ഞ നമ്മുടെ ഹെയറിൻ്റെ വീഡിയോ ഇട്ടൊരു ചേച്ചി ഏതാണ് ആ ടാബ്ലറ്റ്, അതിൻ്റെ പേരെന്ന് പറയും. അപ്പോൾ ഞാൻ കുറേ പേർക്ക് പേര് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് അതിൻ്റെ ഫോട്ടോയും കൂടെ ഈ വീഡിയോയിൽ മെയിനായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്. ഞാനൊരു LLB സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ കുട്ടി ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഹെയർ ഹെയർ ഡെയിലി വാഷ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ നമ്മുടെ ഹെയർ എന്ന് പറയണത്, ഈ ഹെയറിന് വെള്ളം അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഹെയർ വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നാളെ വാഷ് ചെയ്യണ്ട, പിന്നത്തെ ദിവസം വാഷ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ ഹെയർ കുറച്ചുകൂടെ ഹെയർ ഫോൾ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഹെയർ കുറച്ച് തിക്കോടെ വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും ഹെയർ, ഇനി പിന്നെ കുറേ പേരുണ്ട് എല്ലാ ദിവസം കുളിച്ച് ഒരുങ്ങി അങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഹെയർ ഫോൾ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കണതാണ്. കാരണം ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചൊരു സംഭവമാണ്, ചേച്ചി അങ്ങനത്തെ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഹെയർ ഫോൾ ജേർണിയിൽ ഞാൻ ഫസ്റ്റ് സ്കിപ്പ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഡെയിലി ഹെയർ വാഷാണ്. ഞാൻ ഡെയിലി ഹെയർ വാഷ് മാറ്റി ഹെയർ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വാഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം കുറച്ച് ദിവസം കുറച്ചുകൂടെ ഹെയർ ഫോൾ ഉണ്ടാവണം പോലെ എനിക്ക് തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഡെയിലി ആക്കരുത്. അതൊരു 1 വീക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നോർമൽ ആവട്ടെ. കാരണം ഇത്രയും നാൾ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഡെയിലി ഹെയർ വാഷ് ചെയ്യണം നിർത്തിയിട്ട് ഓൾട്ടർനേറ്റീവ് ആക്കുമ്പോൾ ഹെയറിന് ആ ചേഞ്ചസ് ഒന്നും മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടൊരു ടൈമാണ് ഒരു 1 വീക്ക്. അപ്പോൾ 1 വീക്ക് കുറച്ചുകൊണ്ട് കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ച് പേടിക്കുക, ടെൻഷൻ അടിക്കുക വേണ്ട. ഒരു 1 വീക്ക് ആകുമ്പോൾ ബാക്ക് ടു നോർമൽ ആയിക്കോളും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മിസ്റ്റേക്ക്, നിങ്ങളെല്ലാ ഡെയിലി ഹെയർ ഷാമ്പു എന്ന് വെച്ചാൽ ഷാമ്പു ആൻഡ് കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നല്ല ഭംഗിയിൽ നിൽക്കും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എല്ലാ ഡെയിലി നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് അപ്പോൾ നമ്മൾ ഡെയിലി ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് തന്നെയാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീക്കിലി 2 മാത്രം ഹെയർ ഷാമ്പു യൂസ് ചെയ്യുക. പിന്നെ ഷാമ്പു മാത്രമല്ല, ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷണറോടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് പേര് ചോദിച്ച ആ ടാബ്ലറ്റിൻ്റെ പേര് ഫോളി ഹെയർ എന്നാണ്. ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഒരു ഫോട്ടോയും കൂടെ കൊടുക്കാം. ഫോളി ഹെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഞാൻ യൂസ് ചെയ്യേണ്ടത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുകയാണ് ചെയ്തിട്ട്. നമുക്ക് നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യാം. ഡോക്ടർ ഡിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിലും നമുക്ക് ഒരെണ്ണം വെച്ചിട്ട് ഡെയിലി കഴിക്കാവുന്നതാണ്. നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയൊക്കെ നല്ല രീതിയിൽ ഹെയർ ഫോൾ ആൾക്കാരാണെങ്കിൽ നല്ലൊരു ടാബ്ലറ്റാണ് കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കൺസൾട്ട് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കൺസൾട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അത് ഡോക്ടറോട് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, നല്ല മരുന്നാണെന്നാണ് പറഞ്ഞത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഹെയറുള്ള ആൾക്കാർ പറയാനുണ്ടെങ്കിൽ പാരബൺ ഫ്രീ ആൻഡ് സൾഫേറ്റ് ഇല്ലാട്ടോ, പാരബൺ ഫ്രീ ആൻഡ് നോ സൾഫേറ്റ് ആൻഡ് നോ സിലിക്കോണീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാത്ത ഹെയർ ആണെന്നുണ്ടെങ്കിലും ഞാൻ പറയാനുണ്ടെങ്കിൽ പാരബൺ ഫ്രീ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഹെയർ നല്ലത്. കാരണം അതെന്ന് പറയുമ്പോൾ അധികം കെമിക്കൽ ഇല്ലാത്തതെന്ന് വെച്ചാൽ എല്ലാ ഷാമ്പും കെമിക്കൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ കുറച്ച് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ആണ് പാരബൺ ഫ്രീ ആയിട്ടുള്ളതും സിലിക്കൺ ഫ്രീ ആയിട്ടുള്ളതും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതും ഷാമ്പു. അപ്പോൾ അങ്ങനത്തെ ഒരു ഷാമ്പു സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആബ്സ് ഗുഡ്നെസ്സിൻ്റെ ഫെനുഗ്രീക്കിൻ്റെ ഇത് ഞാൻ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഷാമ്പു ആണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. ഇതെൻ്റെ 3rd ബോട്ടിലാണ് കേട്ടോ. 3rd ബോട്ടിൽ ഇപ്പോൾ ഞാനിത് റീസ്റ്റോക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് നല്ലൊരു
ഷാമ്പു എന്ന് പറയാം. ട്രീറ്റ്മെൻറ്റ് ഹെയർ ആയിക്കോട്ടെ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ഒരുപാട് പേര് ലോറിയലിൻ്റെ യൂസ് ചെയ്യണമെന്ന് പറയാണ്. പക്ഷെ ഞാൻ പറയാണ് ലോറിയലിൻ്റെ യൂസ് ചെയ്യണമെന്ന് പാർലറിൽ സജസ്റ്റ് ചെയ്യണതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നല്ലൊരു ഷാമ്പു യൂസ് ചെയ്താൽ മതി. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ തന്നെ കണ്ടീഷണറും ഇതിൻ്റെ തന്നെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് യൂസ് ചെയ്ത് നോക്കി നിങ്ങൾ, ഇത് നല്ലതാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് എങ്ങനെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കട്ടെ. അപ്പോൾ എന്നാലാണ് നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ ജേണിയിൽ ഹെയർ ഫോളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഹെയർ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഇത് മുഴുവൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ നിങ്ങൾ ഹെയർ ഷാമ്പു സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ കൺസേൺ എന്താണെന്ന് ആലോചിച്ചിട്ടാണ്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഡാൻഡ്രഫാണ്. കാരണം ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും ഹെയർ വാഷ് ചെയ്യൽ കുറഞ്ഞു. ഇപ്പോൾ ഒരു വീക്കിലി വൺസോ ട്വൈസോ ഒക്കെ ഹെയർ വാഷ് ചെയ്താലിത്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഡ്രൈ സ്കാൾപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് വരാറുണ്ട്. അതപ്പോൾ എന്നെ ഹെയർ വാഷ് ചെയ്താൽ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ എൻ്റെ കൺസേൺ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഫോർ ഡ്രൈ സ്കാൾപ്പാണ്. അപ്പോൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കൺസേൺ പ്രകാരം ഞാൻ സെലക്ട് ചെയ്ത്. പല ടൈപ്പ് ഓഫ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഡ്രൈനെസ് കുറയ്ക്കാനുള്ളതുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൻ ആയിട്ട് കിടക്കാനുള്ളതുണ്ടാവും. പിന്നെ സ്പ്ലിറ്റ്നെസ്സിനുള്ളതുണ്ടാവും, ഹെയർ ഫോളിനുള്ളതുണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ കൺസേൺ എന്നുള്ളത് ആദ്യം നോക്കിയിട്ട് വേണം ഷാമ്പു സെലക്ട് ചെയ്യാനായിട്ട്. ഒപ്പം ഷാമ്പുവിൻ്റെ കൂടെ ഷാമ്പു മാത്രമല്ല കണ്ടീഷണറോടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണ കണ്ടീഷണർ എന്ന് പറയുമ്പോൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ ഫെനുഗ്രീക്ക് ബയോട്ടിൻ്റെ ആണ്. ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണറാണ് ഇത്. ആൻറ്റി ഹെയർ ഫോൾ ആട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ആയതാണ്, പിന്നെ ഇത് പോണില്ല. അപ്പോൾ അതാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇതിൻ്റെ ലിങ്കും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൂടെ ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത് പർപ്പിളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലും കിട്ടുമെന്ന്. അങ്ങനെയാണെന്ന് ഞാൻ മൂന്നിൻ്റെ ലിങ്കും ഷെയർ ചെയ്യാം കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഫെനുഗ്രീക്ക് റെസ്ട്രിക്റ്റ് ഹെയർ ഫോൾ ഫെനുഗ്രീക്ക് ഉണ്ട്. ബയോട്ടിൻ സ്ട്രെങ്ത്നെസ് ഹെയർ ഫോളിസീസ്, പിന്നെ പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത് ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്യണത് ഡാൻഡ്രഫിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ഷാമ്പും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണറാണ്. ഇത് ഞാൻ ഒരു 6 മന്തായിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണതാണ്. അതിന് മുൻപ് ഷാമ്പു തന്നെയായിരുന്നു. കണ്ടീഷണർ ഞാൻ ലോറിയലിലാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ കൂടുതലും ഇതിൻ്റെ തന്നെ വെച്ചാൽ ഒരേ ബ്രാൻഡിൻ്റെ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഷാമ്പു ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും. അതും കെമിക്കൽ ഫ്രീ ആയിട്ട്. ഇതും പാരബൺ ഫ്രീ ആൻഡ് സൾഫേറ്റ് ഇതിലുണ്ടാവും. പാരബൺ ഫ്രീ ആൻഡ് സിലിക്കൺ ഫ്രീ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷണർ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കണ്ടീഷണറാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മളെ ഹെയർ വാഷ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുൻപ് നമ്മൾ എങ്ങനെയാണ് ഷാമ്പു യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു കപ്പിൽ ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. ഷാമ്പു അങ്ങനെ തന്നെ ഞാനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഇനി ഇത് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഷാമ്പു അങ്ങനെ തന്നെയാണ് ഒരുപാട് പേര് യൂസ് ചെയ്ത് ഞാൻ കണ്ടേക്കണത്. ഇതിപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ ഫെനുഗ്രീക്കിൻ്റെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫെനുഗ്രീക്ക് ആൻഡ് അലോവേറയുടെയാണ് ഞാൻ യൂസ് ചെയ്തത്. അതാണ് ഈ ഒരു ടെസ്റ്ററിൽ, ഒരു മിൽക്കി ടെസ്റ്ററിലാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഡയറക്റ്റാണ് യൂസ് ചെയ്യാറ് ഷാമ്പു യൂസ് ചെയ്യാറ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നിർത്തിയിട്ട് എങ്ങനെയാണ് ഇനി ഷാമ്പു യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഇതെന്ന് വെച്ചാൽ നമ്മുടെ കപ്പിൽ ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ട് അതിലേക്ക് വേണം ഈ ഷാമ്പു നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടെന്നനുസരിച്ച്. ഇപ്പം ഞാൻ കയ്യിലാക്കിയോണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ട്. ആവശ്യം നോക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് ഷാമ്പു ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് കുറച്ചും കൂടെ വേണ്ട, അപ്പം ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര മതി. അപ്പം നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ്സും നോക്കിയിട്ട് വേണം ഷാമ്പു യൂസ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഓവറായിട്ട് നിങ്ങൾ ഷാമ്പു എടുക്കരുത്, കാരണം നല്ല രീതിയിൽ ഡ്രൈ ആക്കും നമ്മുടെ സ്കാൾപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മിക്സ് ആക്കുക, നല്ലോണം മിക്സ് ആക്കുക. ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷാമ്പു യൂസ് ചെയ്യരുത്.
ഇതിങ്ങനെ ഒരു പത പോലെ വരും. എന്നിട്ട് ഹെയർ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് വാഷ് ചെയ്തെന്ന് വെച്ചാൽ നല്ലോണം വെള്ളമാണെന്നല്ല, കുറച്ച് ഒരു എന്താ പറയുക, ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് വെള്ളം അതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള സ്കാൾപ്പിൽ ഒരിക്കലും നമ്മൾ ഷാമ്പു യൂസ് ചെയ്യരുത്. ഒന്ന് വെറ്റായിട്ടുള്ള സ്കാൾപ്പിൽ വേണം നമ്മൾ ഷാമ്പു യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് ഹെയർ വാഷ് ചെയ്തിട്ട് വേണം ഈ ഷാമ്പു യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞാൻ അതും ബെഡ്റൂമിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റില്ല, അത് ബാത്റൂമിലേക്ക് തന്നെ വരണം. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഹെയർ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്കാണ് നമുക്കൊന്ന് ഷാമ്പു യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം നമ്മളിവിടെ ഹെയർ ഒന്ന് വെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വേണം ഈ ഷാമ്പു യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഷാമ്പു കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെയും ചേർത്താൽ മതി. ജസ്റ്റ് വെറുതെ സ്കാൾപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഷാമ്പു കുറവാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഷാമ്പു കുറവാണെന്ന് തോന്നുന്നതോടെ ഞാൻ പിന്നെയും കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ തലോട്ടിലെല്ലാതാവണം കേട്ടോ. ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെയർ ഷാമ്പു വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് കാണിച്ചത്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്തത്. ആദ്യം നമ്മുടെ ഹെയർ ഒന്ന് കുറച്ച് ഡ്രൈ ആൻഡ് വെറ്റാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ അല്ല, ഭയങ്കര വെറ്റുമല്ല, അങ്ങനത്തെ ചെറിയൊരു നനവിൽ. ഓക്കെ, ചെറിയൊരു നനവിലാണ് ഞാനിത് കണ്ടീഷണർ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ കണ്ടീഷണർ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മളിത് ഒരിക്കലും കണ്ടീഷണർ സ്കാൾപ്പിലല്ല യൂസ് ചെയ്യണത്. നമ്മുടെ ഹെയറിൻ്റെ ഈ എൻഡ് വരെ, എന്ന് വെച്ചാൽ സ്കാൾപ്പ് ഒഴിച്ചുള്ള ഇവിടെയൊക്കെ യൂസ് ചെയ്യും, പക്ഷെ സ്കാൾപ്പിലാവരുത്, ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എത്രത്തോളം വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇത് വീഡിയോ ഞാൻ തന്നെ സെൽഫി സ്റ്റിക്ക് വെച്ചെടുക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് എടുത്തുതരാൻ ആരുമില്ല. സോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു 2 മിനിറ്റോളം അത് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളത് ഹെയർ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാ ഹെയർ ടവലാക്കി ഇങ്ങനെ വേണം നമ്മളെ ഹെയർ ടവലോട് ഇതാക്കി വെക്കാനായിട്ട് കേട്ടോ. മുഖത്തൊക്കെ ആയി നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തന്നിട്ട് ഇങ്ങനെ വേണം അത് വെക്കാനായിട്ട്. എന്നിട്ട് പിന്നെ ഹെയർ ഉണങ്ങി കഴിയുമ്പോൾ ഡ്രയറൊക്കെ യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അതൊക്കെ ഹീറ്റാണ്. ഇനി നിങ്ങൾക്ക് അത്ര അത്യാവശ്യമായിട്ട് എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഡ്രയർ യൂസ് ചെയ്യാം. എപ്പോഴും ഡ്രയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടോ, നിങ്ങൾ കുഞ്ഞു മിസ്റ്റേക്സ് ആയിരിക്കും, പക്ഷെ ആ മിസ്റ്റേക്സ് ആണ് നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാക്കണത്. അപ്പം ഇനി എന്തായാലും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്റ്റോപ്പ്. അപ്പം ഇനി എന്തായാലും ഇങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഹെയർ നന്നായി കെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലും ഇനി അടുത്ത് നമുക്കൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോയുടെ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഞാൻ ഏത് ഹെയർ പാക്കാണ് യൂസ് ചെയ്യാന്നൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് സ്പാ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ടിപ്സിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.